സഹോദരങ്ങൾ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ മകളുടെ ജീവന് വേണ്ടിയിട്ട്, അവളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങൾ ഉൾപ്പെടുത്തണം. തിരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരിക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നവാസ്. ഇതെൻ്റെ മകൾ ഫാത്തിമത്ത് സഹറ. അവൾക്ക് മാരകമായ SLE എന്നൊരു അസുഖം പിടിപെട്ടിട്ട് ഇടതു കണ്ണിൻ്റെ കാഴ്ച പരിപൂർണമായിട്ട് നഷ്ടപ്പെടുകയും വലതു കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ 2 കിഡ്നിയും ഈ രോഗം ബാധിച്ചതിന് ശേഷം മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഞങ്ങൾ വളരെയധികം പിന്നോട്ട് പോയി. സഹോദരങ്ങൾ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ മകളുടെ ജീവന് വേണ്ടിയിട്ട്, അവളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. എനിക്ക് പഠിക്കണം, 10ാം ക്ലാസ്സിൽ ഫുൾ A+ പാസ്സാവണം. പുണ്യ താമസത്തിൽ അള്ളാഹുവിന്റെ ഭാഷയിൽ അപേക്ഷിക്കുന്നത് എല്ലാവരും എന്നെ സഹായിക്കണം. എനിക്ക് ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നേടണം. എൻ്റെ മകൾ ഫാത്തിമത്ത് സഹറ 10ാം ക്ലാസ്സിലെ എക്സാം എഴുതുന്ന കുട്ടിയാണ്. അവൾക്ക് ഈ അസുഖം കാരണം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് കൊണ്ടുവന്നിട്ട് എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ എക്സാമിന് കൊണ്ടുപോകുന്നത്. ഒരുപാട് വേദനകൾ സഹിച്ചിട്ടാണ് മോളി പരീക്ഷയ്ക്ക് പോകുന്നതും പരീക്ഷ എഴുതുന്നത്. ഒരുപാട് ആഗ്രഹങ്ങൾ മുമ്പിലുള്ളതുകൊണ്ട് അവൾ പരീക്ഷ എഴുതണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുട്ടിയെ സമ്മതിച്ചത് പരീക്ഷ എഴുതാനായിട്ട്. പക്ഷെ അവൾക്ക് ഈ അസുഖത്തിന്റെ ബുദ്ധിമുട്ട് കാരണം ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇതിന്റെ തുടർ ചികിത്സയ്ക്കായിട്ടും മറ്റൊരു പുണ്യ റമദാനിൽ എല്ലാവരും ഞങ്ങളോട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ പേര് ഫാത്തിമത്ത് സഹറ. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കണം. എനിക്ക് SLE എന്ന് പറഞ്ഞൊരു മാരകമായ രോഗമാണ്. പുണ്യ റമദാനിൽ എല്ലാവരും എന്നെ സഹായിക്കണം. പഠിച്ചിട്ട് എല്ലാവരും സഹായിക്കണം. ദിവസവും ഹോസ്പിറ്റലിൽ പോകണം. എക്സാം എഴുതാൻ പോണത് വളരെ കഷ്ടപ്പെട്ടാണ്. എനിക്ക് പാസ്സാവണം. എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ ഹോസ്പിറ്റലിൽ മാത്രമാണ്. എനിക്ക് ബാക്കിയുള്ളവരെ പോലെ പോണ പുറത്ത്